സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഭൂരിഭാഗം വ്യക്തികളുടെയും വളരെ വലിയ ഒരു സ്വപ്നമാണ്. ആരോടും ഉത്തരം പറയേണ്ടതില്ല. എനിക്ക് എൻ്റെ സ്വന്തം ബോസായിട്ട് മാറാം, മികച്ച വരുമാനം നേടാം. ഇങ്ങനെ നിരവധി സ്വപ്നങ്ങളോടെയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? വളരെ കൈപ്പേറിയ ഒരു സത്യം നിങ്ങളോട് പറയാം. ശരാശരി ഒരു വർഷം തികയുമ്പോഴേക്കും ഈ തുടങ്ങിയ ബിസിനസ്സുകളിൽ പകുതിയോളം പൂട്ടിക്കിട്ടും. ഇനി ആദ്യത്തെ ആ കടമ്പ കടന്നാലോ? അടുത്ത 5 വർഷത്തിനുള്ളിൽ 80% ആളുകൾക്കും തങ്ങളുടെ പണവും സമയവും ഒക്കെ നഷ്ടപ്പെട്ട് വെറും കൈയോടെ മടങ്ങേണ്ടി വരും. ഇവർക്ക് കഠിനാധ്വാനം ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. രാവിലെ മുതൽ രാത്രി വരെ ഇവർ മറ്റാരെക്കാളും പണിയെടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. കുറച്ചധികം വർഷങ്ങളായിട്ട് സൈക്കോളജി, ഹിപ്നോസിസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേവലം ബിസിനസ് തന്ത്രങ്ങളല്ല, മറിച്ച് ഒരു ബിസിനസ്സുകാരൻ്റെ ഉപബോധ മനസ്സിൽ നടക്കുന്ന വളരെ വലിയ ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് പരാജയപ്പെടുന്നത് എന്നും നമ്മുടെ ഉള്ളിലെ വ്യക്തിത്വത്തെ മാറ്റി എഴുതിയാൽ എങ്ങനെ ഒരു യഥാർത്ഥ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാം എന്നുമാണ് നമ്മൾ ഇന്ന് വളരെ ആഴത്തിൽ പഠിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് സങ്കല്പങ്ങളെയും ചിന്തകളെയും ഒക്കെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. മിക്ക ആളുകളും ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവർ മികച്ച ഒരു ഡിസൈനറായിരിക്കും, അല്ലെങ്കിൽ മിടുമിടുക്കനായ ഒരു കേക്ക് മേക്കറായിരിക്കും. ഇവരൊക്കെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അവർ ചിന്തിക്കും, ഈ പണി എനിക്ക് നന്നായിട്ട് അറിയാം, മുതലാളി എന്നെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, പിന്നെ എന്തിന് ഞാൻ ഈ മുതലാളിക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെടണം, എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിക്കൂടെ? സൈക്കോളജിയിൽ ഇതിനെ മാരകമായ ഒരു അനുമാനം എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു സാങ്കേതികമായിട്ടുള്ള ജോലി ചെയ്യാൻ അറിയാം എങ്കിൽ ആ ജോലി ചെയ്യുന്ന ഒരു ബിസിനസ് നടത്താനും തനിക്കറിയാം എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഒരു കേക്ക് ഉണ്ടാക്കുന്നതും ആ കേക്ക് ഉണ്ടാക്കുന്ന ബിസിനസ് നടത്തുന്നതും തികച്ചും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. ഇത് മനസ്സിലാകാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോസിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങിയ ബിസിനസ് തന്നെ നിങ്ങളുടെ പുതിയ മുതലാളിയായിട്ട് മാറും. നിങ്ങൾ അതിനകത്ത് വെറും ഒരു ജോലിക്കാരനായിട്ട് കുടുങ്ങിപ്പോകും, എല്ലാ ഉത്തരവാദിത്തങ്ങളും തലയിലേറ്റിക്കൊണ്ട്. നേരത്തെ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? നമ്മളെല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ പ്രധാനമായിട്ടും 3 വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഒരേ സമയം തന്നെ ജീവിക്കുന്നുണ്ട്. ഒന്ന് സംരംഭകൻ. ഇയാൾ എപ്പോഴും ഭാവിയിലാണ് ജീവിക്കുന്നത്. പുതിയ സ്വപ്നങ്ങൾ കാണാനും വലിയ വലിയ ബിസിനസ്സൊക്കെ കെട്ടിപ്പടുക്കാനും ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട്. 2 മാനേജർ. ഇയാൾ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഓർഡറും കൊണ്ടുവരലാണ് ഇയാളുടെ ലക്ഷ്യം. ഇയാൾ മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. 3 ടെക്നീഷ്യൻ. ഈ ടെക്നീഷ്യൻ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. അതായത് ഒരു കാര്യം നന്നായിട്ട് നടക്കണമെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇയാളുടെ ചിന്ത. വലിയ സ്വപ്നങ്ങളെക്കാൾ കൂടുതൽ ഇന്നത്തെ ജോലി തീർക്കുന്നതിലാണ് ഇയാൾക്ക് താല്പര്യം. ഭൂരിഭാഗം ചെറുകിട ബിസിനസ് ഉടമകളും അവരുടെ ഉപബോധ മനസ്സിലെ 70% ഈ ടെക്നീഷ്യനായിരിക്കും. സംരംഭകനും മാനേജറും വെറും ചെറിയൊരു ശതമാനം മാത്രമേ ഉണ്ടാവൂ.
അതുകൊണ്ടാണ് അവർക്ക് ഒരു ബിസിനസ്സിനെ ഭാവിയിലേക്ക് വളർത്താൻ കഴിയാതെ പോകുന്നത്. നിങ്ങൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്ക്, നിങ്ങളുടെ ഉള്ളിലെ ഈ ബാലൻസ് എന്താണ് എന്ന്. നിങ്ങളൊരു വലിയ സംരംഭകനാണോ, അതോ രാവും പകലും പണിയെടുക്കുന്ന വെറും ഒരു ടെക്നീഷ്യനാണോ എന്ന് സ്വയം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ജോലികൾ കൂടി വരുമ്പോൾ നമ്മൾ പതുക്കെ തളരാൻ തുടങ്ങും, അല്ലേ? രാവിലെ നിങ്ങളുടെ സ്ഥാപനം തുറക്കുന്നതും സെയിൽസ് നോക്കുന്നതും സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതും അവസാനം കട അടച്ചു പോകുന്നതുമൊക്കെ നമ്മൾ തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ജോലിഭാരം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാളെ ജോലിക്ക് വയ്ക്കും. ഇവിടെയാണ് മിക്കവാറും പേര് വളരെ വലിയ ഒരു സൈക്കോളജിക്കൽ കെണിയിൽ വീണു പോകുന്നത്. പുതിയ ഒരാളെ ജോലിക്ക് വയ്ക്കുമ്പോൾ നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് നമ്മൾ മെല്ലെ മാറി നിൽക്കും. ഇതിനെയാണ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം എന്ന് വിളിക്കുന്നത്. അവസാനം കസ്റ്റമേഴ്സ് പരാതികളുമൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് ജീവനക്കാരെ ശകാരിക്കും. ഇതൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല, നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് ഇനി ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ടെക്നീഷ്യൻ്റെ വേഷത്തിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങും. ഇത് വളരെ വലിയ ഒരു മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിത്തരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ബിസിനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് അഹോരാത്രം പണിയെടുക്കുകയാണ്. ഒരു ബിസിനസ് വലുതാകണമെങ്കിൽ, വളരണമെങ്കിൽ നിങ്ങൾ ബിസിനസ്സിനുള്ളിലല്ല, മറിച്ച് ബിസിനസ്സിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. വർക്ക് ഓൺ യുവർ ബിസിനസ്, നോട്ട് ഇൻ ഇറ്റ്. അങ്ങനെയെങ്കിൽ വലിയ വലിയ കമ്പനികളായ മാക്ഡൊണാൾഡ്സൊക്കെ എങ്ങനെയാണ് ഇത്രയധികം ശാഖകളോടുകൂടി വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നത്? ലോകത്തെവിടെ പോയാലും മാക്ഡൊണാൾഡ്സിലെ വിഭവങ്ങൾക്ക് ഒരേ രുചിയാണ്. അത് വാസ്തവത്തിൽ അവിടെ നിൽക്കുന്ന, അതുണ്ടാക്കുന്ന ആ വ്യക്തിയുടെ കഴിവല്ല, മറിച്ച് അവരുടെ സിസ്റ്റത്തിൻ്റെ വിജയമാണ്. ഞാൻ പലപ്പോഴും ഹിപ്നോസിസ് ട്രെയിനിങ്ങുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പതിയണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചർ ആവശ്യമാണ്. ബിസിനസ്സിലും ഇത് തന്നെയാണ് വേണ്ടത്. അസാധാരണമായിട്ടുള്ള കഴിവുള്ള വ്യക്തികളെ ആശ്രയിക്കുന്നതിന് പകരം സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കണം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവർക്ക് എങ്ങനെയാണ് സേവനം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കണം. ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനുവൽ, രീതികൾ അവിടെ ഉണ്ടാക്കണം. ഇതിനെയാണ് ഫ്രാഞ്ചൈസി മോഡൽ എന്ന് വിളിക്കുന്നത്. അതായത് ഉടമസ്ഥനായിട്ടുള്ള നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ പോലും ആ ബിസിനസ് തനിയെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമായിട്ട് മാറണം. സൈക്കോളജിക്കലായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരിക്കലും നിങ്ങളുടെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാകരുത്. അത് കസ്റ്റമറുടെ ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കണം. കസ്റ്റമറുടെ ഉപബോധ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങളുടെ കടയുടെ നിറമോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പെരുമാറ്റമോ ഒക്കെ ചിട്ടപ്പെടുത്താൻ. അതല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൂ കളർ പെയിൻ്റാണ്, അതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ അത് ചെയ്തേക്കാം എന്നല്ല നിങ്ങൾ കരുതേണ്ടത്. മറിച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ഒരു കൃത്യമായിട്ടുള്ള നിലനിൽപ്പിന് ഏത് നിറമായിരിക്കും കൂടുതൽ ഉചിതമാകുന്നത്, കസ്റ്റമേഴ്സിൻ്റെ മനസ്സിന് സ്വാധീനം ചെലുത്താൻ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഏത് പെയിൻറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠനവിധേയമാക്കിയിട്ട് അത് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അത് മാത്രമായിരിക്കണം നിങ്ങളവിടെ ചെയ്യാൻ. ഈ വിധത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ വലിയ സെയിൽസായിട്ട് മാറുന്നത്. ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾ കേൾക്കുമ്പോൾ മറക്കുന്നു, കാണുമ്പോൾ ഓർക്കുന്നു, എന്നാൽ അത് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിച്ച ഈ സിസ്റ്റങ്ങളും തന്ത്രങ്ങളും
നിങ്ങൾ വെറുതെ കേട്ടു പോയാൽ മാത്രം പോരാ. അത് പ്രായോഗികമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തു തുടങ്ങുന്ന ആ നിമിഷം മുതൽ യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ എല്ലാ കാലവും ബിസിനസ്സിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്ന ഒരു ടെക്നീഷ്യനായിട്ട് തുടരുമോ? അതോ ഒരു സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ബിസിനസ്സിൻ്റെ പുറത്തു നിന്ന് വളർത്തുന്ന ഒരു യഥാർത്ഥ സംരംഭകനാകുമോ? നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ തന്നെ കൈകളിലാണ്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുന്ന വെറും ഒരു ടൂള് മാത്രമാണ് നിങ്ങളുടെ ഈ ബിസിനസ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും നല്ല അറിവ് ഏതായിരുന്നു? താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുക. ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ആ പഴയ ടെക്നീഷ്യൻ്റെ സ്വഭാവങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി ഒരു യഥാർത്ഥ സംരംഭകൻ്റെ വ്യക്തിത്വം എങ്ങനെ സ്വയം നേടിയെടുക്കാം എന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വളരെ പ്രസിദ്ധമായ ആൽക്കമി 3.0 പോലെയുള്ള എക്സ്ക്ലൂസീവ് മൈൻഡ് പവർ പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ മാനസികവും സാമ്പത്തികവുമായ ഊർജത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മാറ്റിയെടുക്കാനും ജീവിതത്തിലെ വളരെ വലിയ വിജയങ്ങൾ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് നമ്മുടെ നേരിട്ടുള്ള ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലോ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഈ ട്രെയിനിങ്ങിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിലോ 8086089337 എന്നുള്ള നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഏറ്റവും മികച്ച ഒരു ബിസിനസ് സാമ്രാജ്യവും സമാധാനമുള്ള ഒരു ജീവിതവും കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു തിരിച്ചറിവ് നൽകി എങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഈ വിധത്തിൽ ഉപകാരപ്രദമായ മറ്റ് വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.